കർമാഷ ആ വരും ഇരിക്കും. പിന്നെ എന്താ വിശേഷിച്ച് ഇങ്ങോട്ടൊക്കെ? എനിക്ക് മാഷിന്റെ ഒരു സഹായം വേണം മാഷെ. വേറൊന്നുമല്ല, മോൻ 10ാം ക്ലാസ് ജയിച്ചു, ഇനി +1 ആക്കണം. എവിടെ അഡ്മിഷൻ എടുക്കണ്ടെന്ന് ഒരു എത്തുപിടി കിട്ടുന്നത്. അതെന്താ അങ്ങനെ ഒരു കൺഫ്യൂഷൻ? അല്ല മാഷെ, ഇപ്പോഴീ വാർത്തകളൊക്കെ മാഷെ കാണുന്നില്ലേ? കൊച്ചു കുട്ടികൾ വരെ മയക്കുമരുന്നിന് അടിമകളാണ്. അത് മാത്രമല്ല, കൊച്ചു കുട്ടികൾ ക്യാമ്പസിൽ തമ്മിൽ തല്ലുന്നു, കൂട്ടം കൂടി തല്ലി കൊല്ലുന്നു. അങ്ങനെ എന്തൊക്കെ വാർത്തകളാണ് കേട്ടിട്ട് പേടിയാവുക. എങ്ങനെയാ കുട്ടികളെ ഇനി പഠിക്കാൻ വിടുക? രാജു, ഇതിനൊക്കെ പ്രധാന കാരണം നമ്മുടെ നാട്ടിലെ ശിക്ഷാരീതിയാണ്. ഗൾഫിലൊക്കെ എങ്ങനെയാ? പൊതുനിരത്തിൽ കൊണ്ടുവന്ന് പൊതുജനങ്ങൾ തലവിട്ടു. അപ്പൊ അത് കാണുന്ന ആരും ആ കുറ്റകൃത്യം ആവർത്തിക്കത്തില്ല. ആ നിയമം ഇവിടെയും വരണം. അതിന് മാഷെ, ഇത് കുട്ടികളല്ലേ, ഇവരെങ്ങനെയാ ശിക്ഷിക്കുക? ഇത് തന്നെയാ നമ്മുടെ നാട്ടിലെ പ്രശ്നം. പൂക്കോട് വെറ്റിനറി കോളേജില് ആ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന പാവം പയ്യന്റെ കൊലപാതകം ആരെങ്കിലും ശിക്ഷിച്ചോ? ശിക്ഷിച്ചു. അതെങ്ങനെയാ? അപ്പോ അതല്ല വേണ്ടത്. ഈ കൊലപാതകം ചെയ്യുന്നവരെ ജീവപര്യന്തം ശിക്ഷിക്കുകയല്ല വേണ്ടത്. അവരെ തൂക്കിലേറ്റണം, തൂക്കിക്കൊല്ലണം. അത് തന്നെയാ വേണ്ടത്. ആ ശിക്ഷാ നടപടി വേണം ഇവിടെ കൊണ്ടുവരാൻ. എന്റെ പൊന്നു മാഷെ, അതൊന്നും ഇവിടെ നടക്കില്ല. ഗോവിന്ദച്ചാമിയെ തന്നെ കണ്ടില്ലേ, എത്രമാത്രം ക്രൂരമായിട്ട് അവൻ ആ പാവം പെൺകുച്ചിനെ കൊന്നു. അവനെ വിട്ട് തീറ്റിപ്പോറ്റിയല്ലേ. ഇതൊക്കെ ചെയ്യേണ്ടതേ കേസിന്റെ ചൂടാറും മുമ്പേ ആയിരിക്കണം. അല്ലാതെ കേസ് ഇങ്ങനെ നീട്ടി കൊണ്ടുപോകുന്നത് ഒരു കാര്യമില്ല. മാഷെ, ആൾക്കൂട്ട കൊലപാതകം കേരളത്തിൽ പുത്തരിയൊന്നും അല്ലല്ലോ. ആദിവാസി മധുവിനെ കൊന്നിട്ട് അവർക്ക് എന്ത് ശിക്ഷയാണ് കിട്ടിയത്? അത് എത്ര വർഷം കഴിഞ്ഞ? 4 വർഷം കേസ് നടത്തിയ ശേഷമാണ് അവർക്ക് ശിക്ഷ കിട്ടിയത്. അതും വെറും 7 വർഷം കഠിന തടവ്. ഈ കഠിന തടവെന്ന് പറയുമ്പോൾ ഒരു 2-3 വർഷം കിടന്നത് അവര് പുറത്തു വരും. ഇതാ കേരളത്തിലെ സ്ഥിതി. കോഴിക്കോട് താമരശ്ശേരി കണ്ടില്ലേ, മുഹമ്മദ് ഷഹബാസ് എന്ന പാവം കുട്ടി, ഒരു 10ാം ക്ലാസ്സുകാരൻ. അവന് 4-5 കുട്ടികൾ ചേർന്ന് അങ്ങ് തല്ലിക്കൊല്ലുക. ഇതൊക്കെ ഏത് കാലമാണ്? ഇതൊക്കെ എവിടെയാ നടക്കുന്നത്? നമ്മുടെ കേരളത്തിൽ. അത് ഈ കുട്ടികൾ തമ്മിൽ വാട്സപ്പിൽ മെസ്സേജും അങ്ങോട്ട് കൈമാറിയിരുന്നു. അങ്ങനെ കൂട്ടക്കൊലയ്ക്ക് കേസില്ല, അങ്ങനെ കൊല്ലുമെന്ന് പേടിക്കണ്ട എന്ന് പറഞ്ഞ് ഇതെല്ലാം പരസ്പരം കൈമാറുക ഈ ന്യൂസുകളൊക്കെ. അങ്ങനെ പ്ലാൻ ചെയ്ത ആ കുഞ്ഞിനെ കൊന്നത്. അത് മാത്രമല്ല, ഈ സംഭവത്തിന് ശേഷം ഈ കൊലപാതകികളായ പയ്യന്മാരെ പോലീസ് പ്രൊട്ടക്ഷനോടുകൂടി പരീക്ഷ എഴുതിച്ചു. അപ്പൊ ഈ മരിച്ച കുഞ്ഞ്. പക്ഷെ അതൊരു വശം. ഇപ്പൊ കണ്ടില്ലേ, വെറും 12 വയസ്സുള്ള ഒരു പയ്യൻ സ്വന്തം അനുജത്തിക്ക്, വെറും 10 വയസ്സ് പ്രായമുള്ള സ്വന്തം അനുജത്തിക്ക് MDMA കൊടുത്തിരിക്കുന്നു. ഈ പയ്യനും MDMAക്ക് അടിമയാണ്. അതെ, സംഭവം കൊച്ചിയില. 12 വയസ്സുള്ള ഒരു കൊച്ചു കുഞ്ഞ്. 3 ലക്ഷം രൂപ വരെ ഇവൻ ലഹരി വാങ്ങാൻ വേണ്ടി വീട്ടിൽ നിന്ന് മോട്ടിച്ചെന്നാ പറയുന്നത്. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു? എന്റെ മാഷെ, 1-2 ദിവസത്തെ ഉപയോഗത്തിലൂടെ ഈ കുട്ടികളൊന്നും ലഹരിക്ക് അടിമയാവത്തില്ല. നിരന്തരമായ ഉപയോഗത്തിലൂടെ അങ്ങനെ അടിമയാകും. ഇത്രയും നാളും ഈ പയ്യൻ ഇത് ഉപയോഗിച്ചിട്ട് പോലും, ഈ കൊച്ചു കുഞ്ഞ് ഇത് ഉപയോഗിച്ചിട്ട് പോലും ആ വീട്ടുകാരും ഇത് അറിഞ്ഞില്ലേ. അവിടെ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, വീട്ടുകാർ ഉറങ്ങിയതിന് ശേഷമാണ് ഇവൻ പുറത്തുപോയി MDMA വാങ്ങാറുള്ളത്. അതും 3 ലക്ഷം രൂപ വരെ ഈ വീട്ടിൽ നിന്ന് രക്ഷിതാക്കൾ അറിയാതെ മോഷ്ടിച്ചു കൊണ്ടുപോയി MDMA വാങ്ങിയെന്നാണ് പറയുന്നത്. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു? അപ്പൊ ഇവിടെ യഥാർത്ഥ കുറ്റവാളികൾ ആരാ? രക്ഷിതാക്കളല്ലേ? അവരുടെ നിരീക്ഷണത്തിലല്ലേ കുട്ടികൾ വളരേണ്ടത്? മാഷെ, ഇവിടെ കൊച്ചു കുട്ടികൾ ലഹരിക്കടിമയാണ്, യുവാക്കൾ ലഹരിക്കടിമയാണ്. അത് മാത്രമോ, പെൺകുട്ടികൾ വരെ ലഹരി ഉപയോഗിക്കുക. ഇവരെല്ലാം ലഹരിക്ക് അടിമയാണ്. എന്താ ചെയ്യുക? ഇവരെല്ലാം
പോലീസുകാർ പിടിക്കുന്നുണ്ട്, ചില്ലറ വിൽപ്പനക്കാരെയും പോലീസുകാർ പിടിക്കുന്നുണ്ട്. എന്നിട്ട് എന്താ ഇവിടെ ലഹരി വിൽക്കുന്നില്ല? ഇത് തന്നെയാ എനിക്കും പറയാനുള്ളത്. ഇതിന്റെ മുകളിലത്തെ കണ്ണി എവിടെ? അവരല്ലേ ആദ്യം പിടികൂടേണ്ടത്. തായ്തടി അർത്താലേ ഈ ലഹരി ഉപയോഗം പൂർണ്ണമായി ഇവിടെ തടയാൻ കഴിയും. അല്ല മാഷെ, മോന്റെ അഡ്മിഷന്റെ കാര്യം മാഷൊന്നും പറഞ്ഞില്ല. രാജു, ആദ്യം പ്രശ്നങ്ങളില്ലാത്തൊരു സ്കൂള് കണ്ടെത്തണം. അവിടെ 3 മാസത്തിലൊരിക്കൽ പേരൻസ് മീറ്റിംഗ് വെക്കാൻ പറയണം. ഇത് പ്രഹസനമാവരുത്. ഈ പേരൻസ് മീറ്റിംഗിൽ എല്ലാ കുട്ടികളും എല്ലാ രക്ഷിതാക്കളും നിർബന്ധമായും പങ്കെടുക്കണം. അതിലൊരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനുണ്ടാവണം, കൗൺസിലിംഗ് അറിയാവുന്ന ഒരു ഡോക്ടർ ഉണ്ടാകണം. അങ്ങനെ നിരന്തരം കുറേ നാൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാകും. അതിനകത്ത് യാതൊരു സംശയമില്ല. പിന്നെ ഏറ്റവും പ്രധാനം, നമ്മൾ അധ്യാപകരുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിയ ആ വടി, ആ ചൂരൽ വടി, അത് അവർക്ക് തിരിച്ചു കൊടുക്കണം. പിന്നെ അത് പറയുമ്പോൾ കുട്ടികളിൽ നിന്ന് സിഗരറ്റ് വാങ്ങിച്ച് വലിക്കുന്ന അധ്യാപകരുടെ കൈ കൊടുക്കണമെന്നല്ല. ഞാന് കുട്ടികൾ സിഗരറ്റ് വലിച്ചോട്ടെ എന്നൊരർത്ഥം കൂടി അതിനകത്തില്ലേ? കാലത്തിനനുസരിച്ച് കോലം എന്ന് കേട്ടിട്ടില്ലേ? അപ്പോ നമ്മുടെ അധ്യാപകരും അതനുസരിച്ച് മാറണം. കുട്ടികളുടെ പാഠ്യ വിഷയങ്ങളിലും ആ മാറ്റം വരണം. കുട്ടികളോടുള്ള സമീപനത്തിലും വ്യത്യാസം വരണം. അങ്ങനെ വന്നെങ്കിലേ നമുക്ക് നമ്മുടെ കുട്ടികളെ, ഒരു പുതിയ തലമുറയെ നന്നായി വാർത്തെടുക്കാൻ കഴിയും.